ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അവിടെ കാണിക്കാൻ പോകുന്നത് പാലക്കാട് വ്ളോഗിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അതിൽ ധോണി വാട്ടർഫാൾസും അതുപോലെ ഐലീഡിൻ്റെ കുറച്ച് ഭാഗമാണ് ഇതിൽ കാണിക്കുന്നത്. അടുത്ത വർഷത്തേക്ക് ഏതാണ്ട് 10 കോളേജിൽ നിന്ന് 10 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പോൾ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷമായിട്ട് ലീഡ് ഒരുപാട് മുമ്പിലാണ്, ഇൻക്ലൂഡിങ് ലൈക്ക് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ പലതിലും നമുക്ക് ഒത്തിരി മുമ്പോട്ട് പോകാൻ പറ്റിയത്. ഐ എം ഷുവർ അന്ന് പുറകോട്ട് പിടിച്ചു വലിച്ച് ആ ആൾക്കാർ പിന്നീട് അന്ന് രാഷ്ട്രീയമായിട്ട് ഒപ്പോസ് ചെയ്തിരുന്ന ആൾ 2 വർഷത്തിനുള്ളിൽ എന്നോട് ചോദിച്ചു എനിക്കൊരു സീറ്റ് തരുമോ. ഐ എം ഹാപ്പി. നല്ല രീതിയിൽ അഡ്മിഷൻസ് ഇക്കൊല്ലം ആണെങ്കിലും 14 അഡ്മിഷൻസോ മറ്റോ ആയിക്കഴിഞ്ഞു. അങ്ങനെ അവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ പോകുന്നത് ധോണി വാട്ടർഫാൾസിലേക്കാണ്. കോളേജിൻ്റെ പ്രിൻസിപ്പൽ ടൊമ്മൻ്റെ കൂടെ നമ്മൾ പോകുന്നത്. യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ യൂട്യൂബ് ചാനൽ. അങ്ങനെയുള്ളതൊക്കെ ഓരോന്നത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാർത്തുമൊക്കെ അതെ, കുറച്ച് കഴിയുമ്പോൾ അതിലിട്ട് ഞങ്ങൾ വിളിക്കും. അപ്പൊ ഗസ്റ്റ് ആയിട്ട് വരണേ. ഇപ്പൊ 300 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ ഉള്ളൂ. തഗ് കണ്ടിരിച്ചു നിങ്ങളാണോ? തഗ്ഗിനൊരു എന്താ പറയാ, അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോ പിള്ളേരെല്ലാം കൂടെ ഞാൻ എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കണേക്കുന്നല്ലേ. കൂളിംഗ് ഗ്ലാസ് അല്ല, തഗ് വരുമ്പോ മാത്രം വെക്കാലോ. അത്ര വൃത്തികേടാണ് എന്റെ മുഖം. സാറല്ലേ കോളേജിന്റെ ഓളിനോ? അല്ല ടോമൻ, അങ്ങനെ വിളിക്കാൻ എന്താ പേടി? അതിന്റെ പേര് തൊമ്മനായതുകൊണ്ട്. എന്നാലും ഒരു കോളേജിന്റെ പ്രിൻസിപ്പൾ അല്ലേ, അപ്പൊ സാർ എന്നൊരു ബഹുമാനം. എന്താ വിളിക്കുക? പക്ഷെ നല്ല സ്റ്റുഡന്റ് ആയിട്ടൊരു ഇത് ഉണ്ടാവല്ലോ അല്ലെ അങ്ങനെ വിളിക്കുമ്പോ. അവർക്ക് വേറെ ഇരട്ടപ്പേരിടില്ലല്ലോ എനിക്ക്. സാർമാർക്ക് എന്തൊക്കെ പേരിടും. ഞാൻ പഠിച്ചോണ്ട സമയത്ത് ഞാൻ എത്ര പേരിട്ടെന്ന് എനിക്കറിയാം. അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും തൊമ്മന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് കുഴപ്പമില്ല. ഇവിടം വരെ വന്നിട്ട് അവിടെ കണ്ടില്ലെങ്കിലും മോശമല്ല. പാലക്കാരന്റെ അവസ്ഥയാക്കല്ലേ. ഹലോ ഹലോ, 326 ഞാൻ വന്നിരിക്കും. ഇപ്പൊ ഇതാ നമ്മൾ എത്തിയിട്ടുള്ളത് ധോണി വാട്ടർഫാൾസിന്റെ ഗേറ്റിന്റെ മുന്നിലാണ്. ഇവിടെ കയറണമെങ്കിൽ 120 റുപ്പീസാണ് കേട്ടോ എൻട്രൻസ് ഫീസ് ഉള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഗൈഡ് ഉണ്ടാവും കേട്ടോ. ഇവിടെ ഒരു പോലീസ് ഗൈഡ് നമ്മൾ കൂടെ ഉണ്ടാവും. അതുപോലെ നമ്മളിവിടെ ഒപ്പിട്ട് കൊടുക്കണം. ഇവിടെ കടുവ അങ്ങനെ പറഞ്ഞ് കുറേ വന്യജീവികളുള്ളതുകൊണ്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് ഇതാ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
കുറേ നമ്മൾ നടന്നതിന് ശേഷം ഇപ്പോൾ കറക്റ്റ് നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ വാട്ടർഫാൾസൊക്കെ കണ്ട് വെള്ളത്തിലൊക്കെ കുറച്ച് നേരം കളിച്ച് നമ്മൾക്ക് തിരിയേണ്ട ടൈം കുറേ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ പാലക്കാട് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.